ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചലനാസ് ഇംഗ്ലീഷ് ഹബ്. നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാനും സെൻറ്റൻസുകളെ കുറിച്ചാണ് ഇന്നിവിടെ. ആദ്യത്തെ സെൻറ്റൻസ്, വാട്ട് ടൈം ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ എപ്പോഴാണ് പ്രാതൽ കഴിക്കാറ്? വെൻ ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം റെഗുലർ ആക്ഷൻ കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സാധാരണഗതിയിൽ അറ്റ് വാട്ട് ടൈം ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി എക്സാക്റ്റ് ആയിട്ടുള്ള സമയം കാണിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM. ഞാൻ 8 മണിക്കാണ് കഴിക്കാറ്. ഡു യു നീഡ് എനിത്തിങ് എൽസ്? സാധാരണ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കാറുണ്ട്, വേറെ എന്തെങ്കിലും വേണോ? അപ്പോൾ വേണ്ടെങ്കിൽ നോ താങ്ക്സ്, വേണമെങ്കിൽ യെസ് ഐ ഡു. ഇനി വേറൊരു കോണ്ടെക്സ്റ്റ് പറയാം. നിങ്ങളുടെ ഒരു സുഹൃത്ത് ജോലി കിട്ടി വേറൊരു സ്ഥലത്തേക്ക് മാറി പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എവിടെ താമസിക്കും? വെർ ആർ യു ഗോയിങ് ടു സ്റ്റേ? അല്ലെങ്കിൽ വെർ വിൽ യു സ്റ്റേ? വെർ ആർ യു ഗോയിങ് ടു ബി സ്റ്റേയിങ് എന്നും പറയാം. അപ്പോൾ ഉത്തരം ചിലപ്പോൾ ഇൻ എ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ, അല്ലെങ്കിൽ ആസ് എ PG, അതായത് പേയിങ് ഗസ്റ്റ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഐ ഹാവ് റെൻറ്റഡ് എ ഹൗസ് ദെയർ, ഞാൻ അവിടെ വാടകയ്ക്കൊരു വീടെടുത്തിട്ടുണ്ട്. ഒരാളെ നമ്മുടെ താമസ സ്ഥലത്ത് പുതിയതായി കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ചോദിക്കും എവിടെയാണ്, എന്താണ് എന്നൊക്കെ. എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഹൗ ലോങ് ഹാവ് യു ബീൻ സ്റ്റേയിങ് ഹിയർ? എത്ര കാലമായി നിങ്ങൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു? അപ്പോൾ അവർ ചിലപ്പോൾ പറയും for 7 years, since 2020 എന്നൊക്കെ. What do you want to do after your graduation? ഈ ചോദ്യം നമ്മൾ തുടരെ എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എവിടെ ചേരും? ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയാം, ഐ വുഡ് ലൈക്ക് ടു ബി എ ഗെയിം ഡെവലപ്പർ. ഒരു ഗെയിം ഡെവലപ്പർ ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു ബി എ ഗ്രാഫിക് ഡിസൈനർ. എനിക്ക് ഒരു ഗ്രാഫിക് ഡിസൈനർ ആകണം. ഐ പ്ലാൻ ഗോയിങ് ഫോർ ഹയർ സ്റ്റഡീസ്. ഞാൻ തുടർ വിദ്യാഭ്യാസം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇനി എന്നെ ഒന്ന് സഹായിക്കാമോ എങ്ങനെയാണ് ചോദിക്കുന്നത്? കുഡ് യു ഡൂ മീ എ ഫേവർ? അപ്പോൾ ഉത്തരം എന്തായിരിക്കും? ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് യു. നിങ്ങളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കുഡ് യു പ്ലീസ് ടെൽ മീ ഹൗ ടു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ? റെയിൽവേ സ്റ്റേഷനിലേക്ക് എങ്ങനെ എത്താമെന്ന് ഒന്ന് പറഞ്ഞു തരൂ. വാക്ക് സ്ട്രെയിറ്റ്, യു വിൽ കം അക്രോസ് എ ബ്ലൂ ബിൽഡിംഗ്. ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് ഫോർ 100 meters. യു വിൽ റീച്ച് ഇൻ ദ ഫ്രണ്ട് ഗേറ്റ്. വാക്ക് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ നടക്കുക. ടേൺ ലെഫ്റ്റ് അല്ലെങ്കിൽ ടേക്ക് എ ടേൺ ടു ദ ലെഫ്റ്റ്, ഇടത്തോട്ട് തിരിയുക. യു വിൽ കം അക്രോസ് എ ബ്ലൂ ബിൽഡിംഗ്. നിങ്ങളൊരു നീല കെട്ടിടം കാണും. കാണുക എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കം അക്രോസ്. വാക്ക് ഫോർ 100 meters, യു വിൽ റീച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫ്രണ്ട് ഗേറ്റ്. 100 meter നടന്നാൽ സ്റ്റേഷൻ്റെ മുന്നിലെ ഗേറ്റിലെത്താം. പുതിയതായി ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും മറ്റുള്ളവർ ചോദിക്കും, അയാളെക്കുറിച്ച് എന്ത് തോന്നുന്നു? ഹൗ ഡു യു ഫീൽ അബൌട്ട് ഹിം? ഹീസ് ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ. നിനക്ക് അയാളെക്കുറിച്ച് എന്ത് തോന്നുന്നു? അയാൾ സൗഹാർദ്ദപരമായി ഇടപെടുന്നയാളും സഹായിയുമാണ്. നമ്മൾ എവിടെയെങ്കിലും പോകുന്നു എന്ന് കേട്ടാൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും, എത്ര കാലം അവിടെ ഉണ്ടാവും? ഹൗ ലോങ് വിൽ യു ബി സ്റ്റേയിങ് ദെയർ? ഹൗ ലോങ് എന്ന വാക്കാണ് ഒരു കാലയളവിനെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഫോർ എ മന്ത്, ടിൽ ദ എൻഡ് ഓഫ് ഫെബ്രുവരി എന്നൊക്കെ ആയിരിക്കും. വീക്കെൻഡ് ആകുമ്പോൾ കേൾക്കുന്ന മറ്റൊരു ചോദ്യമാണ് വാട്ട് ആർ യു ഗോയിങ് ടു ഡു ടുമോറോ? നാളെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഐ ആം ഗോയിങ് ടു ടേക്ക് റെസ്റ്റ്. ഞാൻ നാളെ വിശ്രമിക്കാൻ പോവുകയാണ്. നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ വിളമ്പി കഴിഞ്ഞ് നമ്മൾ ചോദിക്കും, എങ്ങനെയുണ്ട്? ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്? ഇറ്റ് ടേസ്റ്റ് ഗുഡ്, ഇറ്റ് ഈസ് ഡെലീഷ്യസ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മറുപടി. ഹൗ ഡസ് ഇറ്റ് ടേസ്റ്റ്? ചോദ്യം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതുകൊണ്ടാണ് ഉത്തരത്തിൽ ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ടേസ്റ്റ്സ്, അതാണ് ടേസ്റ്റ്. ഇറ്റ് ഹാസ് എൻ അമേസിങ് ടേസ്റ്റ്. ഞാൻ ഈ പറയുന്ന
കാര്യങ്ങൾ മാത്രമല്ല ഉത്തരങ്ങളായിട്ട് വരിക. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉത്തരം പറയാം. ഇത് ഏതാനും ഉദാഹരണങ്ങൾ തന്നിരിക്കുന്നു എന്ന് മാത്രം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്